ദൈവമേ, ബ്രേക്ക് കാണാനില്ല. ചവിട്ടിപ്പറിച്ചെടുക്കരുത്, ഞാനിതൊന്ന് കൊണ്ട് നടന്നോട്ടെ. മുത്തശ്ശൻ പോയി വഴിപാടിന് ചീട്ടെടുത്തിട്ടോ, ഞാനിവനെ തളച്ചിട്ട് വരാം. കാറിനെ ഞാൻ വിചാരിച്ചു ആനയാണെന്ന്. ഭഗവാനെ, എന്റെ അമ്മോ, ഒട്ടുക്കത്തെ ക്യൂ. രാജാവിനെന്ത് ക്യൂ? വഴിയൊരുക്കടാ. മുൻപന്തയിൽ ഉത്തരവ്. രാജാവാണ്. രാജാവാ? ഏത് രാജ്യത്തെ? കൊച്ചി രാജ്യത്തെ. ഞങ്ങൾ ഇവിടുത്തെ രാജാക്കന്മാരാണ്. പോയി ക്യൂവിന്റെ അവസാനം നിൽക്ക്. ഇതാണ് ജനാധിപത്യം വന്നതിന്റെ കുഴപ്പം. രാജഭരണമായിരുന്നെങ്കിൽ എന്റെ ദർശനവും 3 വെടിയും കഴിഞ്ഞ് ഇവറ്റകളെ ക്ഷേത്ര പരിസരത്ത് അടുപ്പിക്കൂ. ക്യൂവിൽ നിൽക്കാൻ എന്റെ പട്ടി നിൽക്കും. എന്നോട് പറയരുത്, ക്യൂ എനിക്ക് അലർജിയാണ്, തലയുറ്റി വീഴും. കഷ്ടം. മാറി നിൽക്കടാ. സഹോദര, നിങ്ങളോടല്ലേ പറഞ്ഞ പുറകെ നിൽക്കാൻ? സഹോദരി, ഈ കൂട്ടത്തിൽ സന്മനസ്സുള്ള ഒരു മുഖം ഞാൻ കുട്ടിയിൽ കാണുന്നു. മോളെ മുത്തച്ഛനെ ഒന്ന് സഹായിക്കണം. കുറച്ച് വഴിപാടുകളുണ്ട്. ക്യൂയിൽ നിൽക്കാൻ വയ്യാഞ്ഞിട്ടാ. ഒരു ഭാഗ്യസൂക്തം, ഒരു ശത്രു സംഹാരം, ഒരു ജലധാര, ഒരു പിൻവിളക്ക്, ഒരു മുൻവിളക്ക് മതി. നാളെ പൂരിട്ടാതി. പേരുണ്ണി വേണ്ട, സൂര്യനാരായണ വർമ്മ എന്ന് തന്നെ ആയിക്കോട്ടെ. ഒരു ശത്രു സംഹാരം, ഒരു ജലധാര, ഒരു മുൻവിളക്ക്, ഒരു പിൻവിളക്ക്, പേരുണ്ണി. അല്ല, സൂര്യനാരായണ വർമ്മ എന്ന് എഴുതിയാൽ മതി. ആളുടെ നാളേതാ? നാളെ പോരിട്ടാതി. ഒന്ന് വിട്ടുപോയി, ആളുടെ പേരിൽ ഒരു ഭാഗ്യസൂക്തം കൂടി. എന്താ? ഒന്നുമില്ല. വഴിമാറ്. എത്ര നാളായി തുടങ്ങിയിട്ട്? എന്ത്? ഒന്നും അറിയാത്ത പോലെ പറയാണ്ട് ഞാൻ വിടില്ല മോളെ. ഞാൻ കണ്ടു. എന്ത് കണ്ടു? പറയട്ടെ, വഴിപാട് കഴിക്കണ ഞാൻ കണ്ടു. അതിനെന്താ? എന്നെ അത്രക്ക് ഇഷ്ടാണോ? ശരിക്കും ഇഷ്ടം എന്നുമല്ല തുടങ്ങിയത്. ആദ്യം എന്നെ കണ്ടത് എവിടെ വെച്ചാ? ഊളംപാറയിൽ വെച്ച്. എനിക്ക് എന്താ വേണ്ടേ? പട്ടാണെന്ന് തോന്നുന്നു. മര്യാദ കൊണ്ടോണ്ടിരുന്ന എന്നെ വിളിച്ച് ചോറില്ലെന്നാ. വിടില്ല ഞാൻ. നിന്നെ ഒരു കാര്യം പറയട്ടെ. എന്താ? വിടില്ല ഞാൻ. പറയണ്ട, വിടില്ല ഞാൻ. ഞാൻ ആദ്യം കണ്ടത് ഇന്നാണെങ്കിലും കണ്ടപ്പോ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇവിടെ ഇപ്പൊ ആരുമില്ല, ആരും കാണില്ല. വേഗം പറഞ്ഞോളൂ. ഞാൻ എന്ത് പറയണെന്നാ താൻ പറയണേ? ഐ ലവ് യു എന്ന് വേഗം പറ. ഇത്രയും കാലം ഉള്ളിൽ ഒളിപ്പിച്ച സ്നേഹം പുറത്ത് കാണിക്ക് പൊന്നെ. നിർത്തണോ? തനിക്ക് എന്താ വേണ്ടേ? ഞാൻ ആരാന്ന് വിചാരിച്ചാ സംസാരിക്കണേ? എന്താ കുട്ടിയെ? ഇയാള് കൊറേ നേരമായിട്ട് എന്നെ. എന്താടോ? ഒന്നുമില്ല, ഞാൻ കുട്ടിയോട് സമയം ചോദിക്കരുത്. തന്റെ വാച്ചുണ്ടല്ലോ. പറഞ്ഞോലെ എന്റെ വാച്ചുണ്ടല്ലോ. എന്ത്? അല്ല, എന്നെ സമയം ശരിയാണെന്ന് ഞാൻ ചോദിക്കരുത്. തന്റെ സമയം മോശമാക്കാതെ പോടൂ. ഇത് അമ്പലപ്പറമ്പാ, നാട്ടുകാരുടെ പെട്ട പൂരപ്പറമ്പാവും. പേടിപ്പിക്കൊന്നും വേണ്ട. അമ്പലത്തിൽ പ്രദക്ഷിണം വയ്ക്കല്ല, ഞാൻ തേങ്ങ ഉടയ്ക്കും. ഒന്ന് പോടൂ. എന്ത് പോടർക്കാ? നീ ഇതെവിടെയായിരുന്നു മോനെ? നീ കുളത്തിൽ പോയെന്നും പറഞ്ഞ ഭൃത്യം നിന്നെ തപ്പാൻ പോയിരിക്കുക. എന്റെ തല മുട്ടയടിക്കുന്ന വഴിപാടാണെങ്കിൽ നീ നേരണ്ട. അതല്ല മുത്തശ്ശ, ഒരു പെൺകുട്ടി ഞാൻ അറിയാതെ എന്നെ സ്നേഹിക്കുന്നു. ഞാൻ ഇന്ന് അവളെ കയ്യോടെ പിടിച്ചു മുത്തശ്ശ. എന്റെ ഊരും പേരും നാളും നക്ഷത്രം എല്ലാവർക്കും അറിയാം. എന്റെ പേരിൽ ഞാൻ അറിയാതെ അവൾ ഇന്ന് വഴിപാടുകൾ കഴിച്ചത് ഞാൻ കണ്ടു. അവൾ എന്നെ ജീവനേക്കാൾ സ്നേഹിക്കുന്നുണ്ട് മുത്തശ്ശ. നീ ഇതേത് പെൺകുട്ടിയുടെ കാര്യം പറയുന്നേ? ഒരു സുന്ദരി മുത്തശ്ശ, ദാ വരുന്ന കുട്ടിയാ. അടടാ, ഈ കുട്ടിയോ? എങ്ങനെയുണ്ട്? കൊള്ളാം. കൗണ്ടർ നല്ല തിരക്കായതുകൊണ്ട് വഴിപാട് നടത്താൻ ഞാനാ നിന്റെ നാളും പേരും പറഞ്ഞ് ഇവളുടെ കാശ് കൊടുത്ത് ഏൽപ്പിച്ചത്. അപ്പൊ ഈ കുട്ടിക്ക് എന്നെ അറിയില്ല? ഇല്ല. കുറച്ചു നേരം കൂടി കഴിയരുതെങ്കിൽ ഇഷ്ടം കൊണ്ട് ഞാൻ ആ കുട്ടി കെട്ടിപ്പിടിച്ചിരുന്നെങ്കിൽ. അയ്യോ, ഇതാ വഴിപാട് നടത്തിന്റെ റെസീറ്റും ബാക്കി കാശും. ഈ വായി നോക്കിയാണ് സൂര്യനാരായണ വർമ്മ. ബാക്കിലുണ്ട്. ഇയാൾ ആരാ മുത്തശ്ശന്റെ? എന്റെ അകന്ന ഒരു ഫ്രണ്ടാ. തൽക്കാലം ബാക്കി നിർത്തിയിരിക്കെ. ഈ കോന്നിന് വേണ്ടി എന്തിനാ വഴിപാട് നടത്തി വെറുതെ ദൈവങ്ങളെ ബുദ്ധിമുട്ടിക്കണേ? ആ കാശിന് വല്ല അന്നദാനം നടത്തിയ മുത്തശ്ശന് പുണ്യം കിട്ടും. ഇവളാള് കൊള്ളാമല്ലോ. ഏതായി കുട്ടി? ഏതാന്നറിയില്ലെങ്കിലും ഇഷ്ടായി. ഒരുപാട് ഒരുപാട് ഇഷ്ടായി.
എടാ ലക്ഷങ്ങൾ മുടക്കി ബസ് വാങ്ങിച്ചിട്ടിരിക്കുന്നത് ആരാന്റെ പിള്ളേരെ 25 വയസ്സേക്കും 50 വയസ്സേക്കും സ്കൂളിൽ കൊണ്ടാക്കാനല്ല. അല്ലെങ്കിൽ തന്നെ ഈ പഠിപ്പുള്ളവന്മാരെ എനിക്ക് എന്റെ കണ്ണിനെടുത്ത് കണ്ടുകൂടാ. ഈ ഞാൻ ഒരൊറ്റ ക്ലാസ് പഠിക്കാതെ ഈ നിലയിലെത്തിയത് അത് നിനക്കറിയാവോ? അത് പെരുമാറ്റത്തിന് ഞങ്ങൾക്ക് മനസ്സിലായി. എന്താ എന്നിട്ട് എന്ത് നല്ല പെരുമാറ്റം എന്ന് പറയായിരുന്നു. നമുക്കും ഇല്ലേ സാറേ പിള്ളേര്? എന്റെ കുട്ടികളും ഈ ബസ്സിനെ ആശ്രയിച്ചാ സ്കൂളിൽ പോണത്. അതുകൊണ്ടാ പിന്നെ ഞങ്ങള് കാറുള്ളവർ മാത്രം പഠിച്ചാ മതി. നാളെ മുതൽ ഒറ്റ പിള്ളേരെ നമ്മുടെ ബസ്സിൽ കയറ്റി പോരുത്. അത് നടക്കില്ല മുതലാളി. എന്താ? പിള്ളേര് സമ്മതിക്കില്ല. ലോ കോളേജിലെ പുതിയ ചെയർമാന്റെ നേതൃത്വത്തിൽ കുറെ വിദ്യാർത്ഥികൾ വണ്ടി തടഞ്ഞിട്ട് ഞങ്ങൾക്ക് വാണി തന്നിരിക്കുക. പിള്ളേരെ കയറ്റില്ലെങ്കിൽ ബസ്സിലിട്ട് ഞങ്ങളെ കത്തിച്ചു കളയും. പിള്ളേരെ കയറ്റിയാൽ നിങ്ങളെ ഞാൻ കത്തിക്കും. പാലായിന്ന് കൊച്ചിക്ക് വരുമ്പോഴേ ഈ പ്രഭാകരന്റെ ഒരു പുണ്ണാക്കും ഇല്ലായിരുന്നു. ഒറ്റ ബസ്സിൽ തുടങ്ങിയതാ. ഒരുപാട് കാലം വളയം പിടിച്ചിട്ടാ ഈ 1:40 എനിക്കറിയാം എങ്ങനെ ഉണ്ടാക്കണോന്ന്. ആ താക്കോലിക്ക് തന്നെടാ, ഇങ്ങോട്ട് താടാ. അതെ വേണ്ട മുതലാളി വേണ്ട. പോയി വണ്ടിയെ കേടാ. മുതലാളി ഞാൻ പറഞ്ഞ കേൾക്ക്. വേണ്ട വേണ്ട. ഓടാ. വേണ്ട മുതലാളി, ആ പിള്ളേര് കേറിക്കോട്ടെ. ഓടാ. അവിടെ ഓടി പഠിക്കട്ടാ. മുതലാളി പിള്ളേരോടാണ് കളി. ഇനി എന്തൊക്കെ സംഭവിക്കുമാവോ? സ്റ്റുഡൻസിന്റെ അടുത്താണോടോ തന്റെ കളി? പൂത്താങ്കിരി. വണ്ടി വേണമെങ്കിൽ കോളേജിൽ നിർത്തോ. ഇതാ മുതലാളി ഞാൻ വേണ്ട വേണ്ട എന്ന് പലവട്ടം പറഞ്ഞത്. ഇമാതിരി ചവിട്ടന്റെ ലൈഫിൽ ആദ്യമായിട്ട് കാണുക. വല്ലതും പറ്റിയ എന്റെ മേക്കാവിലമ്മേ. അയ്യോയ്യോ, ഞാൻ എന്താ ഈ കാണുന്ന? നിന്റെ ശരീരത്തിൽ രക്തം കയറ്റിയോടാ? എന്താ കയറ്റിയത് ക്ഷത്രിയ രക്തം അല്ലെങ്കിൽ ഊറ്റിക്കളഞ്ഞ് ക്ഷത്രിയ രക്തം തന്നെ കയറ്റണം. രക്തം കയറ്റാനായിട്ട് എനിക്കൊന്നും പറ്റിയില്ല മുത്തശ്ശ. പിന്നെ ഞാൻ ഈ കാണുന്നതൊക്കെ എന്താ? ഇതൊക്കെ വേറൊരു നമ്പർ അല്ലേ? നമ്പറോ? പ്ലാസ്റ്റർ ഓഫ് പാരീസ്. നമ്മുടെ ഡോക്ടർ വർമ്മ ഇവിടെ ഉള്ളതുകൊണ്ട് കിട്ടിയ ഒരു അഡ്ജസ്റ്റ്മെന്റാ. അല്ലെങ്കിൽ ആ കരിമ്പാറക്കാരൻ പൂത്താങ്കിരി എനിക്കെതിരെ കേസ് കൊടുക്കൂലേ വധശ്രമത്തിന്? നീ നിയമം പഠിക്കുന്ന വെറുതെ ആയില്ല. മൂത്തച്ഛനൊക്കെ പേടിച്ചു ഇങ്ങേർക്ക് ഈ വയസ്സാം കാലത്ത് ബസ് ഓടിക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? ഞാൻ ബസ് ഓടിക്കും, ചിലപ്പോ മീൻ കൊണ്ടു നോക്കും. തനിക്ക് എന്നാണോ തന്നെ ഇവിടെ വിളിച്ചു വരുന്നത്? ചേട്ടനെ തല്ലി അപ്പുറത്ത് എടുക്കുന്ന തെണ്ടിക്കെതിരെ കേസ് നടത്തി അവന് ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാനാ. അവനാ ഇങ്ങേർക്കെതിരെ ആദ്യം കേസ് കൊടുത്തത്. ഇനി ഇങ്ങേർക്ക് ശിക്ഷ കിട്ടാതിരിക്കാനുള്ള വഴിയാ നമ്മൾ ആലോചിക്കേണ്ടത്. ഇനി സാക്ഷിയുടെ മൊഴി പോലെ ഇരിക്കും കേസിന്റെ വിധി. വല്യമ്മ വേദന കുറവുണ്ടോ? ഞങ്ങളുടെ അനന്തരവള ഡോക്ടറാകാൻ പഠിക്കുക. മരുന്നൊക്കെ സമയത്തിന് കഴിക്കണം. ഇതിന് നിങ്ങളുടെ മരുന്ന് കഴിച്ചിട്ട് ഒരു കാര്യമില്ല. തിരുമ്മിക്കണം. എടി മോളെ, എന്നെ ചവിട്ടിയാ തെണ്ടി ചുമ്മാ വന്ന് അപ്പുറത്ത് കിടപ്പുണ്ട്. നീ വല്ല വിഷവും കലക്കി അവന് കൊടുക്ക. ഒരു ജ്യൂസ് ആവല്ലേ? പാടില്ല. അടർക്കളത്തിൽ അടരാടി തളർന്ന ക്ഷത്രിയ യോദ്ധാവ് പഴച്ചാറ് കുടിക്കാൻ പാടില്ല. ഇളനീരേ കുടിക്കാവൂ. ഇളനീര്. എന്നാ മുത്തശ്ശൻ തെങ്ങേക്ക് 2 ഇളനീരിട്ടിട്ട് വാ. നീ ജ്യൂസ് കുടിച്ചോ. ഹായ്. അയ്യോ, എന്നെ കാണല്ലേ? അന്ന് അമ്പലത്തിൽ കണ്ട ആളല്ല ഞാൻ. ആണെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ഭാഗ്യം, നമ്മളെ മനസ്സിലായില്ല. നിങ്ങളെ മനസ്സിലായി. ഇയാളുടെ അകന്ന ഫ്രണ്ട് അല്ലേ? എന്നെ മനസ്സിലായി, നിന്നെ മനസ്സിലായില്ല. നമ്മൾ പറ്റിച്ചു. നേഴ്സാ? അല്ല, മെഡിക്കൽ സ്റ്റുഡന്റാ. വല്ലൊക്കെ അറിയോ? അറിയിക്കേണ്ടവരൊക്കെ അറിയിച്ചോ? അയ്യോ, എന്റെ കൊച്ചുമോൻ എന്താ പറ്റിയേ? എനിക്കെന്താ പറ്റിയേ? അല്ല, തല്ല് കേസല്ലേ? പോലീസിൽ അറിയിച്ചോന്ന് ചോദിച്ചതാ. ഓ, വെറുതെ ഭയചകിതനാക്കി എന്നെയും. ഇതെന്താ കൊടിമരമോ? അല്ല, കുത്തമ്മീനാറാ. കുത്താനുള്ള അസുഖമൊന്നും എനിക്കില്ല. അത് തീരുമാനിക്കേണ്ടത് പേഷ്യന്റ് അല്ല.
ഞാൻ യഥാർത്ഥ പേഷ്യന്റ് അല്ല. അഡ്ജസ്റ്റ്മെന്റ്. പക്ഷെ റെക്കോർഡിൽ നിങ്ങൾ പേഷ്യന്റ് ആണ്. എനിക്ക് എന്റെ ഡ്യൂട്ടി ചെയ്തേ പറ്റൂ. അടുത്തിരിക്കുന്നവന്റെ കഴുത്തെ പിടിക്കാനുള്ള മരുന്നാണോ കയറ്റിയത്? സൂചി എന്റെ കുണ്ടിമ തന്നെ ഫിക്സ് ചെയ്തൊന്ന് നോക്കും മുത്തശ്ശ. ആ ഞാൻ പറഞ്ഞില്ലേ എല്ലാത്തിനും ദൃക്സാക്ഷി ഉണ്ടെന്ന്. അത് ഇവൻ സാക്ഷി പറയും. പിന്നെ ആ പൂതി അങ്ങ് മനസ്സിൽ വെച്ചാ മതി. ഞാൻ സാക്ഷി പറയില്ല. എന്താണ് കാര്യം? വേണ്ട വേണ്ട എന്ന് പറഞ്ഞ എന്നെ മുതലാളി ചെളി പുരണ്ട കൈ കൊണ്ട് തല്ലില്ലേ, അതെനിക്ക് ഫീൽ ചെയ്തു. എന്നാ ഞാൻ രാജി വെച്ചിരിക്കുന്നു. പോടാ പട്ടി. സാക്ഷി പറയാൻ എന്നോടെ ഈശി പൂശി. ഏതായി താടിക്കാരൻ? പഴക്കച്ചവടക്കാരനാണോ? അല്ല, എന്റെ പേര് കോമളൻ. മുഖം നോക്കാതെയാണോ പേരിട്ടത്? ഒരു സംശയം. എന്താ ഇവിടെ? ഇത്രയും കാലം കരിമ്പാറക്കാരുടെ മുമ്പിൽ പേടിച്ച് ഓച്ചാനിച്ച് നിന്നൊരു പാവം കണ്ടക്ടറാണ് ഞാൻ. ഇന്ന് സൂര്യയുടെ ചവിട്ട് കണ്ടപ്പോ ഞാൻ അവിടുത്തെ ജോലി രാജിവെച്ചു ഇവിടെ ജോയിൻ ചെയ്തു. തക്ക സമയത്ത് മറുകണ്ഠം ചാടിയ നിന്നെ എങ്ങനെ ഞങ്ങൾ നമ്പും? നമ്പാനുള്ള സാധനവുമായിട്ടാണ് എന്റെ വരവ്. ഈ പഴങ്ങളോ? പിന്നെ നാളെ വിദ്യാർത്ഥികൾക്കെതിരായിട്ട് ബസ് ഉടമകൾ ഹർത്താലിന് ആഹ്വാനം ചെയ്തിരിക്കുകയാണ്. അതിനു മുമ്പേ ബസ് ഉടമകൾക്കെതിരായി വിദ്യാർത്ഥികൾ സമരം ചെയ്യും. ജനാധിപത്യവും രാജഭരണവും തമ്മിലുള്ള വ്യത്യാസം ജനമൊന്നും മനസ്സിലാക്കട്ടെ. മോനെ പടയൊരുക്കൂ. നാളെ നിങ്ങൾ വിദ്യാർത്ഥികൾ ഇവനെ മുൻനിർത്തി ജനജീവിതം സ്തംഭിപ്പിക്കണം.